എറണാകുളം റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ ഈ മെട്രോയുടെ താഴ്ഭാഗം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ ഒരു ഷെയർ ചെയ്തു, ഞാൻ 1 കിലോ ട്രാഷ് വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്യും. എറണാകുളം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു മെട്രോയുടെ താഴ്ഭാഗത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ജനങ്ങൾ പോകുന്ന ഒരു വഴിയുടെ തൊട്ടടുത്ത കാഴ്ചയാണ്. എന്തുമാത്രം വേസ്റ്റാണ് ഇവിടെ എന്ന് നോക്കിക്കേ. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്കുള്ള നമ്മുടെ ക്ലീൻ കേരള യാത്രയുടെ 7ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ എനിക്ക് പനിയായതുകൊണ്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തു. വീട്ടിൽ നിന്നും ഇറങ്ങി രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. എങ്കിൽ അപ്പോൾ തന്നെ ഒരു ചൂലുമെടുത്ത് അവിടെയൊന്ന് വൃത്തിയാക്കി കൊടുക്കാം എന്നോർത്തു. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നും കുറച്ച് മാറിയുള്ള സ്ഥലമായതുകൊണ്ട് അധികം ആൾക്കാരും ശ്രദ്ധിക്കില്ല. അവിടെ ഒരുപാട് വേസ്റ്റുകൾ ആളുകൾ തള്ളിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്കാക്കി. പെട്ടെന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത പോലെ തോന്നുമെങ്കിലും 1.5 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വീഡിയോ കണ്ട് 2 പേർ നമ്മളെ സഹായിക്കാനെത്തിയത്. തലേന്നേ മെസ്സേജ് അയച്ചിരുന്നു എനിക്ക്. പേരെന്താണ്? എവിടുന്ന് വരുന്നത്? പേരെന്തായിരുന്നു? സ്റ്റീന. എവിടുന്ന് വരുന്നത്? അതെ, 2 പേര് ഫ്രണ്ട്സാ. എറണാകുളം ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യ ആയോ എന്ന് സംശയമുണ്ട്. വഴിയരികിൽ കണ്ടതാണ്. സിറിഞ്ചൊക്കെയാണ് കിടക്കുന്നത്. സിറിഞ്ച് മാത്രമാണെങ്കിൽ പോട്ടെ, ഈ സാധനങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ട്, അതും ഉപയോഗിച്ചത്. വഴിയരികിൽ ഒരുപാട് വേസ്റ്റുകൾ ഇതുപോലെ കൂട്ടിവെച്ചിട്ടുണ്ട്. ഡെയിലി ആരെങ്കിലുമൊക്കെ വന്ന് എടുക്കുമെന്ന് തോന്നുന്നു. എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിയാണ്. എന്തുമാത്രം വേസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കിക്കേ. ഇത് മുഴുവൻ ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. എന്തായാലും പോകുന്ന വഴിയല്ലേ, മുഴുവൻ വൃത്തിയാക്കിയിട്ട് പോകാം. അവരും ഞങ്ങളുടെ ഒപ്പം ചേർന്നു. എല്ലാം പെട്ടെന്ന് തീർന്നു. ഒരുപാടുണ്ടായിരുന്നു. 3-4 ചാക്ക് ചെറിയൊരു ഏരിയയിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തു. വെയിൽ നല്ലപോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വെയിൽ പോലും വകവയ്ക്കാതെയാണ് ആ പെൺകുട്ടികൾ പണിയെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ നല്ല വൃത്തിയായിട്ടില്ലേ? ഇങ്ങനെ കിടക്കണം നമ്മുടെ നാട്. ഇതൊക്കെ ആരോട് പറയാനാണ്? ജനങ്ങൾ കൂടി ഇത് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ പബ്ലിക്കായി ഇന്നലെ കൊണ്ടേ തള്ളിയിരിക്കുന്നതാണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? ഇതൊക്കെ യൂസ്ഡ് ആണ്. ഇതൊക്കെ ഇവിടെ കൊണ്ടേ തള്ളുന്നവരെ സമ്മതിച്ചേ മതിയാവും. വേറെ ചിലരുണ്ട്, വഴിയരികിൽ മുഴുവൻ മൂത്രമൊഴിച്ച് വെക്കുന്നവർ. വേസ്റ്റ് വാരാൻ പോലും സമ്മതിക്കില്ല. അതുപോലെ മണമാണ്. ആ അടുത്തേക്ക് പോലും എടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയോ ഒരു വിധത്തിൽ 2-3 ഗ്ലൗസ് ഒക്കെ ഇട്ട് ഞങ്ങളത് വാരിയെടുത്തു. കുറച്ച് ചേച്ചിമാർ ഫുഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. അവരാണ് ഞങ്ങൾ വാരിയ വേസ്റ്റ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അവിടുന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലേക്ക് എത്തിയപ്പോഴുള്ള കാഴ്ചയാണ്. കുറേയധികം വേസ്റ്റുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വീഡിയോയുടെ അവസാനം അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ കിടക്കുന്നത് കണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. അധികമാരും ശ്രദ്ധിക്കില്ല. തൊട്ടടുത്ത് തന്നെ ഒരു പില്ലറുണ്ട്. മെട്രോയുടെ പില്ലറാണത്. അതിന്റെ ചുവട്ടിലാണ് ഇത്രയും വേസ്റ്റുകൾ അവിടെ കിടക്കുന്നത്. മറ്റു 2 പേര് കൂടി എന്നെ സഹായിക്കാൻ എത്തിയിരുന്നു. ശരി, എവിടുന്ന് വരുന്നത്? ശ്രീലക്ഷ്മി. എവിടുന്ന് വരുന്നത്? വീട് പത്തനംതിട്ട. ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അതിന്റെ തൊട്ടിപ്പുറയുള്ള കാഴ്ചയാണിത്. പില്ലറിന്റെ താഴ്ഭാഗമായിരുന്നതുകൊണ്ട് അധികമായിട്ടും ശ്രദ്ധിക്കില്ല. എങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിയുള്ള പരിസരമൊക്കെ വളരെ വൃത്തിയുള്ളവയായിരുന്നു. എങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം പതിയെ കളക്ട് ചെയ്യാൻ തുടങ്ങി. പലതും മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. എല്ലാവരും ഉത്സാഹിച്ചു തന്നെ പണിയെടുക്കുന്നുണ്ട്. ഉച്ചനേരമായി, പെട്ടെന്ന് തന്നെ പണി തീർക്കണം. എങ്കിലും കുറേയധികം വേസ്റ്റുകളുണ്ട്. ഞങ്ങൾ ഒരറ്റത്ത് നിന്നും വാരാൻ തുടങ്ങി. എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തും ഞാനവിടെ ഉണ്ട് എന്നറിഞ്ഞ് അവിടെ എത്തിയിരുന്നു. അവൻ വന്നത് വലിയ ഉപകാരമായി. ഞങ്ങൾ മുഴുവൻ 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ പല ടീമായി ഏരിയ തിരിഞ്ഞാണ് ജോലി ചെയ്യുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ഗോപീഷ് തിരഞ്ഞു പിടിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരിയെടുക്കുന്നതിന്റെ തിരക്കിലാണ്. നിറയധികം കരിയിലകളുണ്ട്. മരത്തിൽ നിന്നെല്ലാം മുഴുവൻ വീണവിടെ കിടക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചു വാരിയില്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നവർക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അതെല്ലാം തരംതിരിച്ച് വേണം വാരിയെടുക്കാൻ. 2-3 മണിക്കൂറുകൾ എടുത്തു അതിന്റെ ഉള്ളിലെ പ്ലാസ്റ്റിക്കുകളെല്ലാം വാരിയെടുക്കാൻ. ഇനിയിപ്പോൾ ഫിനിഷിംഗ് ടൈമാണ്. മുഴുവൻ വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. കാരണം ഇവർക്ക് നേരത്തെ പോകണമായിരുന്നു. ഉച്ചയാവുന്നതിന് മുമ്പ് പരിപാടി തീർത്ത് അവിടുന്ന് സ്ഥലം വിടണം. അടുത്തത് എനിക്ക് ഇടുക്കിക്കാണ് പോവേണ്ടത്. ഇനിയിപ്പോൾ മുകളിലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം അടിച്ച് ഫിനിഷ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അടിച്ച് ഫിനിഷ് ആക്കുന്നു. ഇനി അവിടെ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ കൂടി കണ്ടോളൂ. സത്യത്തിൽ ഇത് റെയിൽവേയുടെ ഏരിയ ആയിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു മതിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റെയിൽവേയുടെ ഏരിയയിൽ അനധികൃതമായി പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. ആയതിനാൽ തന്നെ പോലീസ് ഓഫീസേഴ്സ് അവിടെ വന്നു. ആരോട് ചോദിച്ചിട്ടാണ് വേസ്റ്റുകൾ വരുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങളെ കൂട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ ഉദ്ദേശം നല്ലതാണ് എന്ന് മനസ്സിലാക്കിയവർ ഞങ്ങളെ അവിടെ നിന്നും വിട്ടു. എന്നിരുന്നാലും ഒരു 5 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിരുന്ന എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അല്ല ഇപ്പോൾ. രാവിലെ 5 മണിക്ക് തന്നെ അവിടുത്തെ ക്ലീനിങ് തുടങ്ങുന്നതാണ്. ക്ലീനിങ് നടത്തുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദികൾ നേരുന്നു. അവരാണ് ഞങ്ങളുടെ വേസ്റ്റുകൾ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞത്. എന്തായാലും അവരുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോവുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് പുതിയൊരു വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ. ഇനി പോകുന്നത് ഇടുക്കിയിലേക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക.